ഹായ് എവരിവൺ, ദിസ് ഇസ് അരുൺ ഹിയർ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഷോർട്ട് ടേം ട്രേഡിങ്ങിനേക്കാൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സക്സസ് റേഷ്യോ വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഗ്രോത്ത്, കോമ്പൗണ്ടിങ്, റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നിവയെല്ലാം ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ് 12% to 15% ആണ് ആവറേജ് ആനുവൽ റിട്ടേൺ ആയിട്ട് ഓവർ ദ ലോങ് ടേം ഡെലിവർ ആയിരിക്കുന്നത്. ഈ ലോങ് പീരീഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 വർഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷനാണ്, അഥവാ കമ്പനി സെലക്ഷൻ എന്നും പറയാം. നമ്മളൊരു കമ്പനിയെ കുറിച്ചിട്ട് പരിശോധിക്കുന്ന സമയത്ത് വളരെ കാലമായിട്ട് വളരെ മികച്ച രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് ഇനിയും ഭാവിയിലോട്ട് നല്ല വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതുമായിട്ടുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. രണ്ടാമത്തേത് മാർക്കറ്റ് ടൈമിംഗ് ആണ്. നമുക്ക് ഏതൊരു സമയത്തും മികച്ച കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു മാർക്കറ്റ് ക്രാഷ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് അത് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങുന്ന സമയത്ത് പിന്നീട് ദീർഘകാലത്ത് ഈ കമ്പനി വളർന്നു വലുതായി നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേണും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മൂന്നാമത്തേത് എക്കണോമിക് ഗ്രോത്ത് ആണ്. നമ്മുടെ രാജ്യം ഇന്ത്യ ഹാസ് എ ഗ്രോയിങ് എക്കോണമി. വർഷം തോറും സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നിങ്ങളും ഞാനും എല്ലാം ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫണ്ടമെൻ്റലി ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ ലോങ് ടേമിന് തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച ഇൻഫ്ലുവൻസ് ചെയ്യും, സ്വാധീനിക്കും. നാലാമത്തേത് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് എന്താണെന്നും എത്ര പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന റിട്ടേൺ ഉപയോഗിച്ച് റീഇൻവെസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കോമ്പൗണ്ടിങ് എന്താണെന്ന് വളരെ ലളിതവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അഞ്ചാമത്തേത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. സോ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഒരു കമ്പനിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റിട്ടേൺ ദീർഘകാലത്തേക്ക് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് എതിരായിട്ടും മാർക്കറ്റിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവും? നമ്മുടെ പ്രതീക്ഷയ്ക്ക് എതിരാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്കുണ്ടാകുന്നത് നഷ്ടമല്ലേ? അപ്പോൾ ആ നഷ്ടത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡൈവേഴ്സിഫിക്കേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ സെക്ടേഴ്സിലും ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിലും തരം തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ റിട്ടേൺസും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ഗ്യാരണ്ടി അഷ്യൂർ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ദീർഘകാല ചിന്തയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിസിപ്ലിനോടും പേഷ്യൻസോടും കൂടിയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ ദർ ഈസ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ചരിത്രം നമുക്കതാണ് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ പറയുകയും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരും ഒരിക്കലും ഒരു ബിഗിനർ ആയിരുന്നു. അവർക്കും ഒരു തുടക്കക്കാലം ഉണ്ടായിരുന്നു. ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ മികച്ച കമ്പനികളെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കി അറിവ് നേടി അവർ ഇൻവെസ്റ്റ് ചെയ്തു. ശേഷം അവർ അച്ചടക്ക മനോഭാവത്തോടു കൂടി, അല്ലെ, ഡിസിപ്ലിനോട് കൂടി, പേഷ്യൻസോട് കൂടി ലോങ് പീരീഡിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ലോകം അറിയപ്പെടുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സായിട്ട് അവർ മാറിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ലേൺ ഫ്രം ദം ആൻഡ് മൂവ് ഫോർവേഡ്, അല്ലേ? നമുക്ക് അവരിൽ നിന്നും പഠിക്കാം, മുന്നേറാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, പേഴ്സണൽ ഫൈനാൻസ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇനിയും വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് for your time.